പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എൻ്റെ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തികളും അവരുടെ പ്രശ്നം എന്തുമാവട്ടെ അത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാനായിട്ട് പറ്റുക, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവർ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോ പൂജകളെ കുറിച്ചാണ്, അതിനു വേണ്ട സാമ്പത്തിക ചെലവുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് പറ്റാന്നാണ് ചോദിച്ചത്. അല്ലാതെ വിഷ്ണുമായ മഠത്തില് പൂജകൾ എടുത്തിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട സാമ്പത്തികം ഉണ്ടോ എന്നല്ല ചോദിച്ചത്. എന്ന് പറയുമ്പോഴാണ് അവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക. നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് ഇപ്പോ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകൾ എടുത്താൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാവും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റുക? നമ്മുടെ പ്രശ്നം എന്താണ് ഇപ്പൊ നമ്മൾക്ക് അതിനു വേണ്ടി പരിഹാരമായിട്ട് കാണേണ്ടത്? ഞാൻ സാമ്പത്തിക പ്രശ്നത്തിലാണ്, ഞാൻ ദാമ്പത്യപരമായ പ്രശ്നത്തിലാണ്, ഞാൻ കുടുംബജീവിതവുമായ പ്രശ്നത്തിലാണ്, ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് ഞാൻ ഇപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമാണ് ഇപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ വേറൊരാൾ നിങ്ങളെടുത്ത് അത് പറഞ്ഞു തരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ നേരിടേണ്ടത്. ഈ പ്രശ്നത്തെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതിനു വേണ്ട ശക്തി, അതിനു വേണ്ട ബുദ്ധി, അതിനു വേണ്ട സാഹചര്യം എല്ലാതും പ്രകൃതി ശക്തി നിങ്ങൾക്ക് ഒരുക്കിത്തരും. അങ്ങനെ നിങ്ങൾ ഏത് പ്രശ്നത്തെയാണോ നോക്കിക്കാണുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ നേടണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള പൂജകളുടെ ഭാഗമാക്കി അതിൻ്റെ ജീവിതത്തില് അതിൻ്റെ ഒരു മാറ്റം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പോ നമുക്കിപ്പോ ഇന്ന് ഈ നിമിഷം എന്താണ് നമുക്ക് വേണ്ടത്? സന്തോഷമാണ് വേണ്ടതെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു തുടങ്ങുകയാണെങ്കിൽ അന്നു മുതൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അന്നു മുതൽ നിങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും ശക്തി മനസ്സിലാക്കാൻ അന്നേ ദിവസമുള്ള പൂജകളിലും ഹോമങ്ങളിലും ഭാഗമാവുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങളെ കയ്യിൽ പണമുണ്ടായാലും ഇല്ലെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾക്ക് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടക്കുന്ന പൂജകളുടെ ഭാഗമാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളാൽ നിങ്ങൾക്ക് കഴിയുന്നത് വെച്ച് അത് സ്വാമിയുടെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ സ്വാമിയോട് പ്രാർത്ഥിക്കണം. സ്വാമി, എൻ്റെ കയ്യിൽ ഇപ്പോ ഇതേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി തരാൻ സ്വാമിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അന്ന് നിങ്ങൾ വേണ്ടതെല്ലാം സ്വാമിക്ക് കൊടുക്കും എന്ന് സ്വാമിക്ക് അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് ഇത്ര ബുദ്ധിമുട്ടിലും ഇത്ര പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഉള്ളത് നിങ്ങൾ കൊടുക്കുക എന്ന് തന്നെയാണ്. വിഷ്ണുമായ സ്വാമിയെ അത്രയും വിശ്വസിക്കുന്നു, അത്രയും സ്വാമിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് നാളെ ഒരുപാടുണ്ടാവുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോ അതിനൊരു വിലയും ഉണ്ടാവില്ല. അങ്ങനെ സ്വാമിക്ക് ആരുടെയും ഒന്നും വേണ്ട എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് ഉണ്ടാവുമ്പോ സ്വാമിക്ക് കൊടുക്കുകയല്ല വേണ്ടത്. ഇല്ലാത്ത നിമിഷത്തിൽ നമുക്ക് സാധിക്കുന്നത് 1 രൂപയാണെങ്കിൽ, നമുക്ക് സാധിക്കുന്ന ഒന്ന് വന്ന് തൊഴുക എന്നാണെങ്കിൽ, നമുക്ക് സാധിക്കുന്നത് ഒരു പുഷ്പം കൊടുക്കാനാണെങ്കിൽ അത് ചെയ്തു തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വിഷ്ണുമായ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും, കൂടെ ഉണ്ടാവും, കൂട്ടായി ഉണ്ടാവും, നിങ്ങളെ താങ്ങി നിർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നൽകി നിങ്ങളെ സംരക്ഷിക്കും. അന്ന് നിങ്ങൾക്ക് വിഷ്ണുമായ സ്വാമിക്ക് പണമോ എന്ത് കാര്യങ്ങൾ കൊടുത്താലും ഒന്നും അന്നത്തെ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായ വിഷ്ണുമായ സ്വാമിക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹം മാത്രം.